നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് അതായത് ഷെർലക് ഹോംസിന്റെ മൈക്രോ ഗസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാൾ കള്ളം പറയുമ്പോഴും ഒരാൾ പറയുന്നത് കറക്റ്റ് അല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈസിലി റെക്കഗ്നൈസബിൾ ആണ് പല സ്പേസിലും. ഇപ്പോൾ തലചൊറിയും അങ്ങനെ പലതും കാണിക്കും. അപ്പം ഇതൊക്കെ അങ്ങനെയാണെന്നാണ് പൊതുവെ വയ്പ്പ്. ഇത് നമുക്കറിയാത്തതല്ല, ഇതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയാക്കും, ചിലപ്പോൾ ഇങ്ങനെയാക്കും, ചിലപ്പോൾ ഇങ്ങനെയാക്കും, ചിലപ്പോൾ ഇങ്ങനെയാക്കും. ഇതൊക്കെ സ്വാഭാവിക. അപ്പോൾ ഈ മൈക്രോ ഗസ്റ്റേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരിതൊക്കെ വലിയ സത്യമെന്ന് വെച്ചിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുത്തൻ ഇന്നലെ നമ്മളെ യൂട്യൂബ് കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു. രാത്രി 2:30 വരെ കേട്ടോ. നമ്മൾ റിസർച്ചിന്റെ വേളത്തിന് പിന്നിലായിരുന്നു. 3 മണിയൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ. അതുവരെ പുള്ളിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആവശ്യം എൻ്റെ പി ഹാൻഡിൽ കാണിക്കുക എന്നുള്ളതാണ്. പി ഹാൻഡിൽ 5 വർഷം മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി ഹാൻഡിൽ കാണിക്കില്ല എന്നുള്ളത്. അന്നൊരു ജെറിൻ എന്ന് പറഞ്ഞ, ഇപ്പൊ പുള്ളി എവിടെയോ ഓസ്ട്രേലിയയിലോ എവിടെയുണ്ട്, പുള്ളി പി ഹാൻഡിൽ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബേളായിരുന്നു. ആ വീഡിയോ കയ്യിലുണ്ട്. ഞങ്ങൾ വളരെയധികം വീഡിയോസിൽ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. അത് നല്ല കാലഘട്ടമായിരുന്നു. കാരണം ആരെങ്കിലൊക്കെ വേണ്ടേ. വൻപിച്ച ജെറിൻ ആലുക്കാരൻ അരിവമ്പ തന്നെയും മറക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര വേളയായിരുന്നു. അങ്ങനെ പുള്ളി നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഓപ്ഷൻ, ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണു, ഞാൻ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോയിട്ട് തളപ്പത്ത് പണിയെടുക്കണ്ടേ. ആളെ കണ്ട തളപ്പത്തേ കാലത്ത് അയ്യോ ജോലിക്ക് പോകട്ടെ എവിടെന്ന് പറഞ്ഞിട്ട് അത് അതിന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റെയിൽവേയിലുള്ള എടുത്തിട്ടുണ്ടായിരുന്നു. അവനത് വലിയ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥനാ. അവൻ പറ്റിക്കാൻ വേണ്ടി റെയിൽവേ പോലീസിൽ വർക്ക് ചെയ്യണവനാ. പറ്റിക്കാൻ വേണ്ടിയിട്ട് ആകെ ബേളായിരുന്നു. ഞാൻ ഭയങ്കര സംഭവം തേങ്ങ മകന്ന് പറഞ്ഞ് വന്ന് ബേളുണ്ടാക്കിയിരുന്നു. ഏത് ലാസ്റ്റ് കേസിന്റെ പക്കത്തൊക്കെ എത്തിയത്. അങ്ങനെ പിന്നെ പുള്ളി അത് നിർത്തി. ഇപ്പൊ പുള്ളി മിണ്ടാണ്ട് റെയിൽവേയിൽ പണിയെടുത്ത് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? പുള്ളി ലാസ്റ്റ് നമ്മൾ ചെയ്ത യൂട്യൂബ് വീഡിയോക്കൊക്കെ സ്ട്രൈക്കൊക്കെ മേടിച്ച് എന്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ റിമൂവ് ചെയ്ത് കളയേണ്ടി വന്നു. യൂട്യൂബിനെ റിമൂവ് ചെയ്തത് കാരണം അത് പുള്ളി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് പണ്ടേ ഉള്ള സംഭവമാണ് ഈ പി ഹാൻഡിൽ. ഇത് പുതിയതല്ല. ഒരുപക്ഷെ നമ്മൾ ആ വീഡിയോ ഒക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട്, മീൻസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, പ്രൈവറ്റ് ആക്കിയിട്ടുള്ളതാണ്, കളഞ്ഞിട്ടൊന്നുമില്ല. വേണമെങ്കിൽ എടുത്ത് പൊക്കിടാവുന്നുള്ളൂ. അപ്പോൾ ഇപ്പൊ ഇതിലാ കുറച്ച് വീഡിയോ ഉള്ളൂ. അപ്പൊ ഈ പുതിയ ആളുകൾ കാണുമ്പോൾ നമ്മൾ ഇന്നലെ വന്നതാണെന്നും നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ കണ്ടേ ഉള്ളത് ഇവിടെ. കുറെ കാലമായിട്ട് നമ്മൾ ഈ സ്പേസിലുള്ളതാ. നമ്മൾ ആശാൻ ഷാരിഖിന്റെ ഫണ്ട് ഫോളിയോ നമ്മളാ പൂട്ടിച്ചത്. ആ വീഡിയോ കീഴിലുണ്ട്. രസമായിരുന്നു ആ കാലഘട്ടം. സ്ഥിരമായിട്ട് ആശാനെ ചീത്ത വിളിക്കലെന്നൊരു കാലഘട്ടത്തിൽ നമ്മളെ ഹോബി. കാരണം അവൻ ചെയ്യുന്ന മണ്ടത്തരങ്ങളാണ്. അപ്പൊ അത് എക്സ്പോസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണ് അവന്റെ മറ്റേ എന്താണ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു ഗംഭീര കോഴ്സൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, അന്നേ നമ്മുടെ സ്റ്റാൻഡ് പി ഹാൻഡിൽ നമ്മൾ കാണിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നും അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഒരു മാറ്റവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ചില ആളുകൾക്ക് ഈ മൈക്രോ ഗസ്റ്റേഴ്സ് പറഞ്ഞു വന്നത്, അവർ ധരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ അവർ പേഴ്സണൽ സംശയമാണെങ്കിൽ അവർക്ക് വാട്സാപ്പിൽ വരാൻ ചാറ്റ് ചെയ്യാം. അവർ ചെയ്യില്ല. കാരണം അവർ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ കമന്റ് എഴുതും, നമ്മളതിന് റിപ്ലൈ ചെയ്യും. നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വീണ്ടും കമന്റ് എഴുതും, നമ്മളതിന് റിപ്ലൈ ചെയ്യും. ദ കോൺവെർസേഷൻ കീപ് ഗോയിങ്. ഇവര് ധരിച്ചു വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ കാണുമ്പോൾ ഈ വരുന്ന ആളുകൾ ഇതൊക്കെ വായിച്ചിട്ട്, ചെറിയ ബുദ്ധിയാ, വായിച്ചിട്ട് അവര് നമ്മുടെ ബിസിനസ് പൂട്ടിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ട്രസ്റ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ ഞാൻ തന്നെ എന്നെ പറ്റി ഫ്രോഡാന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റിന്റെ കുഴപ്പം വരുന്നില്ലല്ലോ. ഞാൻ എന്റെ പഴയ ഏകദേശം ഒരു 3 വർഷം മുമ്പ് എന്റെ ചാനൽ ഏകദേശം ഒരു 8 മാസത്തോളം 8 മാസത്തോളം സംതിങ്, അത്ര ഉണ്ടോന്ന് അറിയില്ല, എന്തായാലും ഒരു 4 മാസത്തിന്റെ മുകളിൽ സുജി സുധാകരൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രോഡ്സ്റ്റർ എന്നാണ്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രോഡ് ഞാൻ തന്നെ വിളിച്ചാണ് എന്നെ. അങ്ങനെയാ ചാനലിന്റെ പേരും. എന്നിട്ടും നമുക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. നമ്മളന്നും ടിപ്സാണ്, ഇന്നും ടിപ്സാണ്. അന്ന് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു, ഇന്ന് നിഫ്റ്റിയാണ്. മനസ്സിലായില്ലേ? ടിപ്സ് വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിന്നിട്ടില്ല. അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ഫ്രോഡ് എന്ന് പറഞ്ഞാലും പീപ്പിൾ അസോസിയേറ്റ് ചെയ്യുന്നു, അവർ പൈസ അടയ്ക്കുന്നു. ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഫ്രോഡാന്ന് പറഞ്ഞു, പൈസ അടയ്ക്കണ്ടെന്ന് പറഞ്ഞു, പിന്നെ രസത്തിന് നമ്മൾ വീഡിയോ ചെയ്യും. ഞാൻ കളറല്ല എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ നല്ല ഉഷാറ് ഫ്രോഡാണെന്നും ഞാൻ നിന്നെയൊക്കെ പറ്റിക്കാൻ വന്നാണെന്ന് അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ പിന്നെ കുഴപ്പമില്ലല്ലോ. മനസ്സിലായില്ലേ?
ഇരിക്കുന്നതിന്റെ ബിസിനസ് ആവശ്യമില്ലെന്ന്. പിന്നെ വീഡിയോ ടൈം പാസ്. ഇതിന്റെ അകത്തുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, ഇതിന്റെ അകത്തുള്ള ആളുകളുണ്ട്, വി ആർ ഹാപ്പി. പിന്നെന്താ പ്രശ്നം? അക്കൗണ്ട് ഹാൻഡ്ലിംഗ് നമ്മുടെ അടുത്തുണ്ട്, വി മാനേജ് ദ അക്കൗണ്ട് ഓഫ് ദി പീപ്പിൾ. ടിപ്പ് സർവീസ് നമ്മുടെ അടുത്തുണ്ട്, വി ഗിവ് കോൾസ്. പിന്നെ ലോങ് ടേം സപ്പോർട്ട് സർവീസ് ഉണ്ട്, അതുണ്ട്. പിന്നെ വേറെ കുറെ സാധനങ്ങൾ വേറെ ഉണ്ട്, അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒത്തിരി പരിപാടികൾ ഇതിനകത്തുണ്ട്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഫ്രോഡെന്ന് വിളിച്ചിട്ട് നിങ്ങൾ അവിടെ എഴുതിക്കോളൂ, നമുക്ക് സന്തോഷമാണ്. ഇപ്പോൾ ഒരുത്തനെ വന്നിട്ടുള്ളൂ, ഒരാൾ പോരാ. ഒരു 50-60 ആളുകളിലും വന്നിട്ട് ഒരു ടീമായി വന്നിട്ട് നിങ്ങൾ ഫ്രോഡെന്നും ഒക്കെ എഴുതുക. ആ കമന്റ് സെക്ഷൻ മൊത്തം ഫ്രോഡാക്കി മാറ്റുക. ഞാനതിനൊക്കെ റിപ്ലൈ വരും. നീ എന്ത് വിചാരിച്ചേ? അന്നൊക്കെ പേടിച്ച് ഞാനിവിടെ നിന്ന് ഓടുന്നോ? ഇപ്പം ഈ മൂക്കി തുറന്നില്ലേ, മൈക്രോ ഗസ്റ്റർ, ഐ എം ലൈയിങ്. മനസ്സിലായില്ലേ? ഇതൊക്കെ അതിന്റെ സിംറ്റംസ് ആണ്. അറിയില്ല എനിക്ക് ഇതിൻ്റെ ഇങ്ങനെയാക്കും പിന്നെ അങ്ങനെ എന്നൊക്കെ പറയില്ലേ നമ്മള്, ഇറ്റ്സ് എ മൈക്രോ ഗസ്റ്റർ ഓഫ് ഐ എം ലൈയിങ്. അറിയില്ല എനിക്ക് അങ്ങനെ ഒത്തിരി ഉണ്ട്. മൈക്രോ ഗസ്റ്റേഴ്സ് പഠിക്കാൻ പോകണമെങ്കിൽ ഒരു ഐസ് പോരാണ്ട് വരും, ഒരുപാട് സാധനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നീ മൈക്രോ ഗസ്റ്റേഴ്സും പഠിച്ചിരിക്കി, നമ്മൾ അനലൈസ് ചെയ്തിരിക്കി, വീഡിയോയിലെ ഫ്ലോസ് അനലൈസ് ചെയ്യി, നമ്മളുടെ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് അനലൈസ് ചെയ്യി, ഫേഷ്യൽ എക്സ്പ്രഷൻസ് അനലൈസ് ചെയ്യി. അങ്ങനെ ഡീപ്പ് അനലൈസ് ചെയ്യി. ഞങ്ങൾ ഡീപ്പ് ചാർട്ട് അനലൈസ് ചെയ്തോളാം. നമുക്ക് അതുമല്ല നേരം ഉള്ളത്. ഈ കാര്യത്തിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് അനലൈസ് ചെയ്യേണ്ട സാധനം എന്താ? ചാർട്ട്. ആൻഡ് വി ആർ ഗുഡ് അറ്റ് ദാറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എന്നെ തന്നെ വിളിച്ചു ഫ്രോഡ്, ഞാൻ തട്ടിപ്പാണെന്നും തരികടയാണെന്നും നിങ്ങളെയൊക്കെ പറ്റിക്കാമെന്നാണ്. പിന്നെ പുള്ളി പറഞ്ഞൊരു പോയിന്റ്, നമ്മളെ മെയിൻ ബിസിനസ് നമ്മൾ നാട്ടുകാരെ സബ്സ്ക്രിപ്ഷൻ ആണെന്ന് അങ്ങോട്ട് വിചാരിച്ചോ? ഞാനൊരു സർവീസ് തന്നു, ഞാൻ P&L കാണിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഫീസ് മേടിക്കുന്നുണ്ട്, ബെസ്റ്റ് ഫീസ് മേടിക്കുന്നുണ്ട്, ഇല്ലേ? മേടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ബിസിനസ് എന്ന് വിചാരിച്ചോ? ഞാനിവിടെ വന്നത് നിങ്ങളാരും നന്നാക്കാനൊന്നുമല്ല. അങ്ങനെ ഒരാളും ധരിക്കണ്ട. വളരെ ഓപ്പണായിട്ട് പറയണേ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സാണ്. ഈ വീഡിയോ കാണുന്ന ആളുകളുടെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൈസ പോയിട്ടുണ്ടെങ്കിൽ കം ഓൺ അസോസിയേറ്റ് വിത്ത് മീ, വി ഹാവ് ട്രയൽ. നോക്കുക, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഫീസൊക്കെ നല്ല കട്ടയ്ക്ക് മേടിക്കും, കാശുണ്ടെങ്കിൽ വന്നാൽ മതി തന്നെ പറയുന്നത്. അല്ലാണ്ട് ഒരു സാധനം ഒളിച്ചു വെച്ചിട്ടില്ല. ഇതെന്റെ ബിസിനസ്സാണ് ചങ്ങാതി. ഞാൻ നിന്നെ നന്നാക്കാൻ വന്ന ആളല്ല, നിങ്ങൾ ഒരാളി നന്നാക്കാൻ വന്ന ആളല്ല. അങ്ങനെ ധരിക്കേ വേണ്ട. അത് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ എന്താണ് നമ്മൾ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ഡിഫറൻസ്? എന്താണ് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നൊരു ഫാക്ടർ ഉണ്ട്. ബാക്കിയുള്ളവർ മൊത്തത്തിൽ മൂഞ്ചിക്കും, നമ്മളൊരു മയ ഉണ്ടാവും, ആ ഡിഫറൻസ് ഉണ്ടാവും. പരിപാടിയൊക്കെ സെയിം തന്നെ. നമ്മൾ ടിപ്സ് തരും, നിങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടില്ല, നിങ്ങൾ ലാഭം ഉണ്ടാക്കും, അതിൽ നിന്ന് നല്ല ഷെയർ നമ്മൾ വാങ്ങിക്കും. അത് തന്നില്ലെങ്കിൽ നമ്മൾ അപ്പം നിർത്തും പരിപാടി, ഒരു സ്നേഹം ഉണ്ടാവില്ല അവിടെ. ഇതെന്റെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? മറ്റൊരു ടിപ്സ് തരൂല, അവർക്ക് അറിയില്ല, അവർ പഠിപ്പിക്കും, അതുകൊണ്ടൊന്ന് നീ ബിസിനസ് ചെയ്യും, നീ പൊളിഞ്ഞും പോകും. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ കാശ് വേണോ നമ്മളെ കൂടെ കുടിക്കോ? എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ടേ? നടക്കണ കാര്യമല്ലേ? എനിക്കൊരു കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഒരാളെടുത്തും ഉള്ള കാര്യം വളരെ ഓപ്പണായിട്ട് വീഡിയോയിൽ പറയാം. എനിക്കെന്റെ ബിസിനസ്സാണ്. ആ സാധനത്തിൽ മാക്സിമം പ്രൊഫഷണലൈസേഷൻ ഞാൻ കൊടുക്കും, നിങ്ങൾ കാശുണ്ടാക്കും. ഇത്ര മാത്രം ഇവിടെ സംഭവമുള്ളൂ. ഇപ്പൊ എനിക്ക് ബോധ്യമായില്ലേ? ഈ എന്താ വിചാരിച്ചേ? എന്നെ പേടിച്ചിട്ട് ഞാനിവിടെ നീ പറഞ്ഞ കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് വെക്കുന്നു, നീ എന്നെ പൊളിക്കാൻ ശ്രമിക്കുന്നതാണെന്നാണോ? ഞാൻ കൊടുക്കുന്നതാണ് സ്ട്രോങ് ആണെങ്കിലേ എനിക്ക് നിന്നെയല്ല ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് ഐ എം ഡൂയിങ് ദ റൈറ്റ് തിങ്. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് ഒരാളെ ബോധിപ്പിക്കണ്ടോ? അതെന്നെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ശരിയാണോ ചെയ്തത്? ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഇന്ന് വരെ എൻ്റെ കൂടുതൽ ആൾക്കറിയാം. എൻ്റെ അബദ്ധം കൊണ്ട് പൈസ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഐ മേഡ് ദ മിസ്റ്റേക്ക്. അവിടെ സാധനം ഉണ്ടായിരുന്നു, കണ്ടില്ല, അതെന്റെ മിസ്റ്റേക്സ് ആണ്, വി മെയ്ഡ് ലോസസ്. അല്ലാതെ അത് മാർക്കറ്റിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ടേ ഇല്ല, അതെന്റെ മിസ്റ്റേക്കാ. മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവാത്തത് മനസ്സിലാവില്ല എന്ന് തന്നെ പറയും. ഇന്നിപ്പോ ട്രേഡ് അടിപൊളി ട്രേഡാ കയറി പോണു. നമുക്ക് എൻട്രി ഉണ്ട്, എൻട്രിക്ക് അവിടെ ഇട്ടു, വെയിറ്റ് മെസ്സേജ് ആണ്, സാധനം കൊടുത്തിട്ടില്ല. കാരണം അവിടെ സംശയമുണ്ട്.
എനിക്കവിടെ അറിയില്ല, എനിക്കവിടെ നോക്കാനുണ്ട്. ഫോളോ കയറിപ്പോ എന്തായാലും ആയിക്കോട്ടെ, മാർക്കറ്റ് 1000 പോയിന്റ് തരുമായിരിക്കും, നമുക്ക് മൈൻഡ് ചെയ്യില്ലേ. ഞാൻ പറഞ്ഞു അത് ഫോളോ ആണ് സാധനം, എനിക്ക് അവിടെ സംശയമുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട് അവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, നോക്കണം. എന്താ കുഴപ്പം? എൻ്റെ ക്യാപിറ്റലൊന്നും പോയിട്ടില്ലല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫ്. മനസ്സിലായില്ലേ? ആ സാധനം നമ്മളുടെ മറ്റേ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം ഞാനിവിടെ വന്നിട്ട് ഈ സാധനം വീഡിയോ ചെയ്യുന്നതും ഈ കാര്യം ഒരുത്തം പറഞ്ഞു വേസ്റ്റ് ചാനലാണ്. സത്യമാണ്, വേസ്റ്റ് ചാനലാണ്. ഇവിടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. മാർക്കറ്റിനെ ഒരു ഇൻഡിക്കേറ്ററും പഠിപ്പിക്കുന്നില്ല, ഒരു സാധനം പഠിപ്പിക്കുന്നില്ല. നമ്മൾ പഠിപ്പിക്കലേ ഇവിടെ ഇല്ല. നമ്മളാകെ പറയണത് കൂടെ കൂടിക്കോ ബിസിനസ് ചെയ്തു, കൂടെ കൂടിക്കോ ബിസിനസ് ചെയ്തു. നിങ്ങൾക്ക് സ്ട്രൈക്ക് പറഞ്ഞു തരും, ബൈ പറഞ്ഞു തരും, സ്റ്റോപ്പ് ലോസ് പറഞ്ഞു തരും, ടാർഗറ്റ് പറഞ്ഞു തരും, ഗ്രാഫും സാധനമൊന്നും വേണ്ട, ഫ്രം ദ മൊബൈൽ യു ക്യാൻ ഡു. ഇത് എഡിക്റ്റഡ് ബിസിനസ്സാ. വൺസിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്താൽ നീ പൈസ ഉണ്ടാക്കും, ഒരു 50,000-60,000 റുപ്യ മാസം ഉണ്ടാക്കും, വളരെ ചെറിയ ക്യാപിറ്റൽ. പിന്നെ പറഞ്ഞു ഓരോരുത്തർ 10,000, 15,000, 20,000 ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ചെറുതാ. ഇവിടെ അത്രേ ഉള്ളൂ. ഇവിടെ 55 ലക്ഷവും 5 കോടിയും 10 കോടിയും 500 കോടിയും ഒരു സിംഗിൾ ഡേയിൽ ഉണ്ടാക്കുന്ന ബിസിനസ് ഒന്നുമല്ല. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാസവും എല്ലാവർക്കും ഒരു 19,000 റുപ്യ, 1 ലക്ഷം റുപ്യ, 2 ലക്ഷം റുപ്യ, 3 ലക്ഷം റുപ്യ ഏൺ ചെയ്ത് പോവാം. ഇനിയിപ്പോൾ അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ 10 ലക്ഷം 5 ലക്ഷം ഏൺ ചെയ്ത് പോവാം മാസം, മന്ത്ലി, ഡെയിലി അല്ല. പ്രൊഫഷണൽസ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന 27,000 റുപ്യ, 30,000 റുപ്യ ജോലി ചെയ്യുന്ന, 50,000 റുപ്യ ജോലി ചെയ്യുന്ന, he can make almost 1 to 1.5 lakh monthly as a side income. അത് ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമായിരിക്കാം, ചെയ്തു. അതിൻ്റെ 10% എനിക്ക് തന്നേക്ക്, നോ പ്രോബ്ലം, ഇറ്റ്സ് മൈ ബിസിനസ്. അപ്പം ഞാൻ അവിടെ ചെയ്യാനുള്ള കാണിക്കില്ല. ഞാൻ ടിപ്സ് തരുന്നൊരു മനുഷ്യനാണ്, ഇതെൻ്റെ ബിസിനസ്സാണ്. നിങ്ങളെ നന്നാക്കലല്ല എൻ്റെ ഉദ്ദേശം, എൻ്റെ ബിസിനസ് കൊണ്ടുപോകാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിൽ ഫ്രോഡും ചീറ്റിങ്ങും ഞാൻ ചെയ്യില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ നാട്ടിലെ ജനങ്ങളെ നന്നാക്കാനും നിങ്ങളെ മുഴുവൻ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിച്ച് നിങ്ങൾക്കൊക്കെ നാളെ ഫെരാരിയിൽ സഞ്ചരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ ആൾ നിങ്ങളെ മുന്നിലുണ്ട്. ഏത് ഈ ചെറിയ ഈ +2-നും +1-നും 10-നും പഠിക്കുന്ന പിള്ളേരെ മുഴുവൻ ചാട്ടുമ്പോൾ കയറ്റി അവരെ കോളേജിൽ പോയിട്ട് ക്ലാസ് എടുത്ത്, ഈ പാലക്കാട് എന്തൊരു മാഷൊക്കെ ഉണ്ട്, എന്തൊരു കോളേജ് സാധനമൊക്കെ ഉണ്ട് അവിടെ, അവിടെയൊക്കെ പോയി ക്ലാസ് ഒക്കെ എടുത്ത് പിള്ളേരെ മുഴുവൻ ചാട്ടുമ്പോൾ കയറ്റി അവർ കോളേജും അവരുടെ വിദ്യാഭ്യാസം അവരുടെ എക്സാംസൊക്കെ സ്പോയിൽ ചെയ്ത് അവർ വല്ലാത്ത ഹോപ്പ് കൊടുത്ത് അവനെ പെങ്ങളെ കെട്ടിക്കാൻ വെച്ച കാശ് അച്ഛൻ്റെ നിന്ന് മേടിച്ച് 25 ലക്ഷം മേടിച്ച് മാർക്കറ്റിൽ കൊണ്ട് ഇടിച്ച് ആ കാശ് മുഴുവൻ പോയി വീട്ടിൽ ആത്മഹത്യയുടെ പക്കത്തെത്തി സാധ്യതകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ചെയ്ത വിദ്വാൻ ഇവിടെ ഉണ്ട്. അവനൊരു തല്ലിപ്പൊളി X5 മേടിച്ച് വെച്ചിട്ട് ജനങ്ങളെ പറ്റിച്ചു. ഒരു BMW X5 ഒരു സാധനം പാട്ട മേടിച്ച് വെച്ചിട്ട് അവൻ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചു. എന്നിട്ട് അവൻ വന്നൂത്തിരുന്ന് പറയാണ് ഐ മേക്ക് മണി. അത് ഐ മേക്ക് മണിയല്ല, അത് വേറെ ഭാഷയാണ്. നാട്ടുകാരെ എന്ത് ചെയ്തു? അതന്നെ വല്ലിപ്പിച്ചു എന്ന് പറയും. കുറച്ചുകൊണ്ട് ഭംഗിയിൽ പറഞ്ഞാൽ ഊ എന്ന് പറയും. ദഹിക്കില്ലേ കാശ്? കുറെ ആളുകളെ സ്വപ്നാണത്. ഞാനത് പറഞ്ഞിട്ടില്ല ഇവിടെ. നിനക്ക് ട്രേഡ് തരാമെന്നും നമ്പർ തരാമെന്നും പറ്റുമോ നോക്ക്, നീ അധികം പൈസ ഇടണ്ട, നീ അതിന് ട്രയൽ എടുത്തോ, നോക്കിക്കോ, നിനക്ക് നടത്താൻ പറ്റുമെങ്കിൽ നടത്തിക്കോ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നീ ലാഭം ഉണ്ടെങ്കിൽ കൂടെ വന്നോ, ഇത്രേൻ്റെ ഫീസ് വരും, അടച്ചേക്ക്. അത് ഓപ്പണാണ്, ഒളിച്ചു വെച്ചിട്ടില്ല. ഇപ്പോഴും ഈ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ നിങ്ങളെ നന്നാക്കാൻ വന്ന ആളല്ല, എൻ്റെ ബിസിനസ്സാണ്. എൻ്റെ ബിസിനസ്സാണ്. അതിനെനിക്ക് എൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അതിന് പറ്റുക നിന്നാൽ മതി, ഇല്ലെങ്കിൽ നിൽക്കണ്ട. അതിന് പറ്റുക നിന്നാൽ മതി. നിങ്ങൾ കസ്റ്റമറാണെന്നും കസ്റ്റമറെ ബഹുമാനിക്കണമെന്നും കസ്റ്റമറാണ് കിങ്ങെന്നും മഹാത്മാഗാന്ധി പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ ഞാൻ പറയും, താങ്കൾ കേൾക്കും, പറ്റുക നിന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എൻ്റെ പോളിസി ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ ഞാൻ ചീറ്റ് ചെയ്തിട്ടുണ്ടോ? പോയിന്റ് നമ്പർ 1 എനിക്കില്ല എന്നാണ് ആൻസർ എങ്കിൽ ഞാൻ പിന്നെ ഒരു വർത്താനമില്ല ഇവിടെ. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ സോറി പറയാൻ തയ്യാറുമാണ്. എനിക്കത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു സോറി പറയണം? ഇന്ന് ഇവിടെ കിട്ടുന്ന അഡ്വൈസറും ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകളിൽ നോക്കുമ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മുഴുവൻ പാലിച്ചിട്ടുണ്ട്, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റം അതിലില്ല. അതിലുള്ളിടത്തോളം കാലം എനിക്കൊരാളെയും കൂടുതൽ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കണ്ടീഷൻസ് ഞാൻ പറയും, താങ്കൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്തോ, ഇല്ലെങ്കിൽ വരണ്ട. നിങ്ങൾ ഞാൻ വിളിച്ചാൽ വരാൻ ഉണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. നമ്മുടെ സൈഡിൽ നിന്ന് ഒരാൾ നിങ്ങൾ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് വരാൻ പറയില്ല. ഒരാൾ ഒരു രീതിയിലും ക്യാൻവാസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു മിനിമൽ അഡ്വർടൈസ്മെന്റ് രൂപത്തിലൊരു വീഡിയോ ചെയ്തു,
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വന്നാൽ നമ്മൾ കണ്ടീഷൻ പറയും. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു 50,000 മതി എന്ന് പറഞ്ഞു. 50,000 മതി, ഒരു തർക്കമില്ലേ. അവിടെ ചോദ്യം ചോദിക്കും. ഏത്? അല്ല ക്യാപിറ്റൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇട്ട് കാണിക്കാൻ പറയും. ട്രേഡ് ചെയ്യുന്ന ഹിസ്റ്ററി കാണിക്കാൻ പറയും. ട്രേഡ് ചെയ്യാത്ത ഒരാൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 50 ലക്ഷം കാണിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയണം നിങ്ങൾ ഈ സാമാനം ചെയ്യുന്ന ആളാണോ അല്ലയോ എന്നുള്ളത്. ആണോ? ഓഫ് കോഴ്സ് ജോയിൻ വിത്ത് മീ, ഐ വിൽ ഷോ യു. അല്ല, എനിക്ക് സമയമില്ല നിങ്ങളോട് സംസാരിക്കാൻ, എനിക്കൊരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ നന്നാക്കാൻ വന്ന ആളല്ല എന്നുള്ളത്. നിങ്ങളെ ട്രേഡിംഗ് പഠിപ്പിക്കാൻ വന്ന ആളല്ല. നിങ്ങൾ 50 ലക്ഷം പോക്കറ്റിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് വരികയാണ് എനിക്ക് ട്രേഡിംഗ് പഠിക്കണം. നോ, എവിടെയെങ്കിലും പോയിട്ട് പഠിച്ചിട്ട് വാ. യൂട്യൂബിൽ പഠിച്ചോ. പഠിച്ച് നിങ്ങൾ ആദ്യം ഇത് കുറച്ചു നേരം കളിച്ച് മേടിക്കാനും വിൽക്കാനും സ്റ്റോപ്പ് ഇടാനൊക്കെ പഠിച്ചതിന് ശേഷം come on, I can support you. Before that, currently no. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഞാൻ നിന്നൊക്കെ വന്ന ആളല്ല എന്നുള്ളത്. ഇതെന്റെ ബിസിനസ്സാണ്. അവിടെ എൻ്റെ മൈക്രോ ഗസ്റ്ററും എൻ്റെ പി ആൻഡലും എൻ്റെ ബാക്കിയുള്ളത് ഒരു സാധനവും കാണിക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ മൈക്രോ ഗസ്റ്റേഴ്സ് ശരിയാക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്താ? എനിക്ക് നിന്നൊന്നൊരു വിലയില്ല. അതന്നെ. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് രൂപത്തിന്റെ വിലയില്ല. അതന്നെ. ഒരു സെയിൽസിൽ നിൽക്കുന്ന ഒരാൾ പറയാൻ പാടുള്ള ഭാഷയല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഞാൻ സെയിൽസിൽ നിൽക്കുന്ന ആളെ ഫ്രോഡ് പരിപാടി ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ പറയണത് എന്തോ അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നാൽ നിന്റെ ക്യാപിറ്റൽ നഷ്ടപ്പെടില്ല. യു വിൽ മേക്ക് മണി. എനിക്ക് വിശ്വാസമുണ്ട്. അതുള്ളോടത്തോളം കാലം ഇങ്ങനെ തന്നെ സംസാരിക്കും. ഒരു മാറ്റം വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ അന്റെ മാതിരി ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. ഞാൻ ഫ്രോഡാണെന്നും പെശകാണെന്നും മറ്റേതാണെന്നും കള്ളനാണെന്നൊക്കെ. അങ്ങനെ തന്നെ ഇങ്ങോട്ട് വെച്ചോ, നമുക്ക് യാതൊരു കുഴപ്പമില്ലാന്ന്. അരിയാഹാരം കഴിക്കുന്ന ബുദ്ധിയുള്ളവരുണ്ടാവും. ഹി വിൽ കം ആൻഡ് ഹി വിൽ ഡു ദ ബിസിനസ് ആൻഡ് ഹി വിൽ സീ ഹു ഐ ആം. കഴിഞ്ഞു. കാശ് വേണ്ട ആളുകളുണ്ടാവും, അവര് വരും. മനസ്സിലായില്ലേ? അല്ലാത്ത ആളുകളുണ്ട്, അവർക്കെല്ലാം സംശയമാണ്, അവർക്കെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാ. അവർ ജീവിതത്തിൽ വരില്ല. അവർ നമ്മുടെ ക്ലൈൻ്റേ അല്ല. ഒരു ലക്ഷറി കാർ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചു, നാട്ടുകാർക്ക് മുന്നേ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കൂല. അവർ ചോദിക്കും, അക്കൗണ്ട് നമ്പർ കാണിക്കാൻ പറയും, നിങ്ങൾ ആളാരാന്ന് അറിയട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ മാറിക്കാൻ പറയും. ചിലവർ പറയില്ലേ, ഞാൻ കാർ കമ്പനി ചെന്നപ്പോൾ എന്നെ കാറിന്റെ അവിടുത്തെ എക്സിക്യൂട്ടീവ് എന്നെ തല്ലി പുറത്താക്കി, അതുകൊണ്ട് ഞാൻ പിന്നെ കാണുന്ന കാറുകൾ മുഴുവൻ മേടിച്ച് എന്റെ ഇഷ്ടം സാധിച്ചു. ആ എക്സിക്യൂട്ടീവിനെ കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അയാൾ വിൽക്കാൻ നിൽക്കണ ആളാ. അയാൾ വഴി പോണ പിച്ചക്കാരനെ കാണിക്കാൻ വിൽക്കുവോ? അയാൾക്ക് വേണ്ടത് സെയിൽസ് ആണ്. വിറ്റാലേ കമ്മീഷൻ കിട്ടുമോ? അയാളെ സംബന്ധിച്ച് മേടിക്കാൻ വരുന്ന ആളുടെ പോക്കറ്റിലെ പൈസ ഉണ്ടോ ഇല്ലയോ? അപ്പൊ നമ്മളൊരു 18 വയസ്സ് ഒരാൾ ജോലിയും കൂലി ഇല്ലാത്തവരത്ത് കയറി വരുമ്പോ ചക്കാതിമാരെ പോയെന്ന് പറയും. അതയാൾ കുറ്റം വേണ്ട കാര്യമില്ല. അയാൾക്ക് നേരില്ലേ നമുക്ക് കളിക്കാനായിട്ട്. അതയാളെ പാഷനല്ല, അയാളെ ജോലിയാ. അവിടെ ഒരു കോടീശ്വരം കയറി വന്ന് അയാൾ ചിലപ്പോൾ കാപ്പിയും ചായയും വാങ്ങാൻ റെഡ് കാർപ്പറ്റ് പിടിച്ചിട്ട് അവിടെ കൊടുക്കും. അവനെ സ്ഥാനം സെയിലാക്കും. അവന്റെ ബിസിനസ്സാ. അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നീട് വന്ന് കുത്തിരുന്നിട്ട് എന്നാ സെയിൽസ്മാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഞാൻ ലോകത്തുള്ള മുഴുവൻ കാറുകളും മേടിക്കണമാണ് എന്റെ ഹോബി, ഞാൻ ഓടി കിടന്ന് കാർ മേടിക്കുന്നു പറഞ്ഞ പരിപാടി. വാട്ട്സ് ഇറ്റ്? മണ്ടനല്ല അയാളുടെ സീറ്റിൽ ചിന്തിച്ച് നോക്കൂ. അയാൾ ചെയ്ത് കറക്റ്റ് അല്ലേ? ഇപ്പൊ ഞാൻ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറെ ആളുകൾ നാളെ വന്ന് പറയും, സുജീഷോ അങ്ങനെ ഒന്ന് സംസാരിച്ചപ്പോ എന്നെ പറ്റി വരകനായിട്ട് സംസാരിച്ചു. എന്റെ ബിസിനസ്സാ. എനിക്ക് സംസാരിക്കാൻ 10 മിനിറ്റ് നിനക്ക് തരണമെങ്കിൽ നീ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആയിരിക്കണം. അല്ലാത്തൊരാളടുത്ത് എനിക്ക് സംസാരിക്കാൻ നേരമില്ല, താല്പര്യമില്ല. വെറുതെ ഞാനിതിൻ്റെ എനർജി വേസ്റ്റ് ചെയ്യണം? ഞാൻ എൻ്റെ കാര്യം പറയും. താങ്കൾക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, താങ്കൾക്ക് സമയമുണ്ടോ? കം ചെക്ക്. താങ്കൾക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഡു ഇറ്റ്. ഇല്ലേ, മാറിക്ക്. താങ്കൾ എവിടെയെങ്കിലും പോയി ചെയ്തോ, എനിക്ക് വിഷയമില്ല. ഇതെന്റെ ബിസിനസ്സാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ബിസിനസ്സാണ്. ഇത് മറ്റേ പെട്ടിക്കടയിൽ സാധനം വിൽക്കണതല്ല. ഇതിന് പറ്റിയ ആളുകളുണ്ടാവും, അവർ വരും, അവർ ചെയ്യും, നമ്മളവരെ സപ്പോർട്ട് ചെയ്യും, ഫീസ് മേടിക്കാൻ പറയും, അടയ്ക്കാൻ പറയും. അതൊക്കെ എൻ്റെ ഭാഗമല്ലേ? അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അതോട് സംഭവിക്കും. അപ്പോൾ ഇനിയും വരണം ഈ വഴിക്ക്. കലാട്ടാ. ശരി, ബൈ ബൈ.